ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന കോൺക്ലേവിൽ നിന്ന് ഡിജിറ്റൽ സർവകലാശാല വിസി സിസ തോമസിനെ ഒഴിവാക്കി. വൈസ് ചാൻസലർ എന്ന നിലയ്ക്ക് സിസ തോമസിനെ മാത്രമാണ് പരിപാടിയിൽ ഉൾപ്പെടുത്താത്തത്. സിസ തോമസുമായി നിലനിൽക്കുന്ന പോരിന്റെ ഭാഗമായാണ് സർക്കാർ നടപടിയെന്ന ആക്ഷേപമുയരുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്നും നാളെയുമായി പ്രത്യേക കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും സംയുക്തമായി നടത്തുന്ന പരിപാടിയിൽ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള പ്രമുഖർ പങ്കെടുക്കും. ഈ കോൺക്ലേവിൽ നിന്ന് ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായ സിസ തോമസിനെ ഒഴിവാക്കിയതാണ് പുതിയ വിവാദം. സാങ്കേതിക സർവകലാശാല വിസിയെ നിയമിക്കപ്പെട്ടത് മുതൽ തുടങ്ങിയതാണ് സിസയും സർക്കാരും തമ്മിലുള്ള പോര്. ഏറ്റവും ഒടുവിൽ സർക്കാർ പാനൽ വെട്ടി ഡിജിറ്റൽ വിസിയായി സിസയെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ചതോടെ നീരസം പരസ്യമായി. കോൺക്ലേവിൽ നിന്നുള്ള ഒഴിവാക്കൽ ഈ തർക്കത്തിന്റെ തുടർച്ചയായി വിലയിരുത്താം. മുൻ ഡിജിറ്റൽ വിസിയായിരുന്ന സജി ഗോപിനാഥ് പരിപാടിയിൽ പ്രധാന സെഷൻ കൈകാര്യം ചെയ്യുമ്പോഴാണ് സിസയോടുള്ള അവഗണന എന്നതും ശ്രദ്ധേയമാണ്. വിദേശ സർവകലാശാല പ്രതിനിധികൾ പങ്കെടുക്കുന്ന വിവിധ വിഭാഗങ്ങളിൽ നിലവിലെ വിസിമാർക്ക് ഇടമുണ്ട്. മുൻ വിസിമാരായിരുന്ന ഡോക്ടർ സാബു തോമസ്, ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ, MV നാരായണൻ, PG ശങ്കരൻ, ഗംഗൻ പ്രതാപ് എന്നിവരും കോൺക്ലേവിന്റെ ഭാഗമാണ്. ചുമതലകൾ ഏൽപ്പിക്കാത്തതിൽ സിസയ്ക്കും കടുത്ത അതൃപ്തിയുണ്ട്. സന്ദർശകയായി മാത്രം പോകേണ്ടതില്ല എന്നതിനാൽ കോൺക്ലേവിൽ പങ്കെടുക്കാൻ സർവകലാശാല രജിസ്ട്രാറെയാണ് വിസി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഗോപാൽ ഷീരാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.